ഗൈസ്, വെൽക്കം ടു കാസ്ട്രോണ്ടർ മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുമ്പോൾ പടത്തിൻ്റെ പേര് സയ്യാര. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് അഹാൻ പാണ്ഡെ, അനീത്ത പട്ടപ്പ്, രണ്ട് പുതുമുഖങ്ങളാണ്. പിന്നെ ഷാദ് രണ്ടവ ക്യാമിയോ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് കാസ്റ്റിംഗ് വൈസ് അറിയാവുന്ന കാര്യങ്ങൾ. പടത്തിൻ്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് മോഹിത് സൂരിയാണ്. മീൻസ് ഏക്വിലൻ 1, ഏക്വിലൻ 2, പിന്നെ ആഷിക്കി 2 ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത, പിന്നെ മലങ്ക് ഇതൊക്കെ ഡയറക്റ്റ് ചെയ്ത ആളാണ്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന മ്യൂസിക് ചെയ്തിരിക്കുന്ന തനിഷ്ക് ബാഗ്ചി ഉണ്ട്, സഞ്ജയ് തണ്ടൻ ഉണ്ട്, പിന്നെ വിശാൽ മിശ്ര ഉണ്ട്. പിന്നെ എൻ്റെ ബീജം ചെയ്തിരിക്കുന്നത് ജോൺ സ്റ്റീവർട്ട് അഡൂരി എന്ന് പറയുന്ന ആളാണ്. സിനിമാറ്റോഗ്രഫി ബൈ വികാസ് ശിവരാമൻ, എഡിറ്റഡ് ബൈ ദേവേന്ദ്ര മുർദേശ്വർ. കാസ്റ്റിംഗ് ഡയറക്ടർ ഒരു മിനിറ്റ് ഷാനു എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ ശീതൽ ശർമ്മ. ഇത്രയാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആദിത്യ ചോപ്രയാണ്. മീൻസ് YRF, മീൻസ് യഷ്രാജ് ഫിലിംസ്, അവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അടിപൊളി പടം. എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ സിനിമ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ആഷിക്കി സീരീസാണ്. മീൻസ് ഇപ്പം ഞാൻ ആഷിക്കി 1 and 2 കാണുന്ന സമയത്ത് അതെനിക്കറിയാം. മീൻസ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന അത് ആദ്യമായിട്ട് കാണുന്ന സമയത്തൊക്കെ എനിക്കറിയില്ലായിരുന്നു ഇതിൻ്റെ അവസാനം ട്രാജിക് എൻഡിങ് ഒക്കെയാണ് വരാൻ പോകണമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യാതൊന്നും ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ട സാധനങ്ങളൊക്കെ അതൊക്കെ. മീൻസ് ആഷിക്കി 1 ഞാൻ മൊബൈലിൽ എന്തോ കണ്ടെന്ന് തോന്നിത്തത്തോടാ. മറ്റേ 2 ഞാൻ സോണി മാച്ചിലാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കണ്ട് അടിച്ചുകൾ മീൻസ് ലാസ്റ്റത്തെ സാധനമൊക്കെ ഇരുന്ന് കരിഞ്ഞൊരു സാധനമൊക്കെയാണ് ഞാനൊക്കെ. അപ്പോൾ മീൻസ് ക്ലൈമാക്സ് അത്യാവശ്യം കരിഞ്ഞു പോയ സാധനമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഫാക്ടർ ചെറുതായിട്ട് ഇതിൽ കയറി വന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഇവർ ആഷിക്കി 3 ആയിട്ട് ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെന്തോ പ്രശ്നം കാരണം അതങ്ങനെ ആവാതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായി. അപ്പോൾ ആഷിക്കി 3 ആയിട്ട് ഇറക്കേണ്ട ഒരു സാധനമാണ് ഇത് ശരിക്കും. പക്ഷേ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് തോന്നുന്നു YRF എന്ത് ആ ഒരു കാര്യത്തിൽ. എന്തായിടണോ എന്തായാലും ആഷിക്കി 3 ഇപ്പോൾ കാർത്തികാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും ഹിറ്റാവട്ടെ, ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് എനിക്കതിൽ. പടത്തിലെ പെർഫോമൻസസ് വൈസ് നോക്കുകയാണ്. ഫസ്റ്റ് ഹൈലി പോസിറ്റീവ്സ് പറയാം. ഹൈലി പോസിറ്റീവ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും മീൻസ് ഈ സിനിമയിലെ പെർഫോമൻസസ് ഫുള്ള് താഴെയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ ഹൈലി പോസിറ്റീവ്സ്. മീൻസ് അവരൊന്നും ഇപ്പോൾ ശാന്ത് രണ്ടവയാണ് ക്യാമിയാണെങ്കിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കട്ടെ. പിന്നെ ഇതിന് നായകനായിട്ടുള്ള അഹാൻ പാണ്ഡെ ആയിരിക്കട്ടെ, നായികയായിട്ടുള്ള അനീത്ത പട്ടേ ആയിരിക്കട്ടെ, ഇവരൊക്കെ അവർക്ക് പറ്റുന്നത് എന്താണോ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഹൈലി പോസിറ്റീവായിട്ട് എനിക്ക് മീൻസ് ഇതിൽ ഏറ്റവും എല്ലാവരും മീൻസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഹൈലി പോസിറ്റീവ്സാണ്. പിന്നെ മ്യൂസിക്കും ബീജവും സൂപ്പർബാണ്. അതൊരു ഹൈലി പോസിറ്റീവാണ്. പിന്നെ സിനിമാറ്റോഗ്രഫി അതൊരു ഹൈലി പോസിറ്റീവാണ്. എഡിറ്റിങ് ഒരു ഹൈലി പോസിറ്റീവാണ്. ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. മോഹിത് സൂരിയാണ്. ഇങ്ങനത്തെ സാധനമൊക്കെ കിട്ടി അങ്ങേര് കത്തിക്കും. മീൻസ് തിയേറ്റർ കത്തിക്കും. പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട്. ഞാനിത് നെറ്റ്ഫ്ലിക്സിലാണ് കണ്ടത്. അപ്പോൾ പിന്നെ ഇതൊക്കെ 5 കോടിയോ 25 കോടിയോ എന്താ സംതിങ്ങിൽ എടുത്തിട്ട് 570 കോടിയൊക്കെ അടിച്ച സാധനമാണ്. പക്ഷേ ഇത് ആഷിക്കി സീരീസിൽ വന്നിരുന്നെങ്കിൽ 570 കോടിയിലൊന്നും നിൽക്കൂല ഈ സാധനമൊന്നും. അതിലായിട്ട് മേളിലോട്ട് പോയാൽ സത്യമാണ്, ഞാൻ ചുമ്മാ പറയണമല്ല, അതിൻ്റെ മേളിലോട്ട് പോയാൽ ഈ സാധനം എന്ന് എനിക്ക് തോന്നിയിരുന്നു. പേഴ്സണലായിട്ട് തോന്നിയിരുന്നു ഇവർ അത് ആഷിക്കി സീരീസിലോട്ട് കയറ്റായിരുന്നു എനിക്ക് തോന്നി ഈ സിനിമ കണ്ടപ്പോൾ. അല്ലാതെ വേറെ പ്രശ്നം എനിക്ക് ഈ സിനിമയിൽ തോന്നിയിട്ടില്ല. പിന്നെ ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. മീൻസ് പിന്നെ ഈ സിനിമ കാണുന്ന സമയത്ത് ആഷിക്കി ഫാക്ടറുണ്ട്. പിന്നെ നമ്മുടെ ഓർമ്മയുണ്ട് ഈ മുഖം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, നമ്മുടെ വിനീത് ശ്രീനിവാസനും നമിത പ്രമോദ് കൂടെ അഭിനയിച്ച. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫാക്ടർ കയറി വരുന്നുണ്ട്. മീൻസ് അതിൻ്റെ മീൻസ് ചെറുതായിട്ട് കുറച്ചൊക്കെ അതിൽ നിന്നും വരുന്നുണ്ട്.
ചില സീൻസ് ഇൻസ്പയർ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കണം അതിൽ തോന്നി. അത് അത്യാവശ്യം നൈസായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ടെങ്കിൽ മുഖം എന്നൊക്കെ പറയുന്നത് എനിക്ക് വിനീത് ശ്രീനിവാസൻ്റെ കാരിയർ ബെസ്റ്റ് പടം എന്നൊക്കെ പറഞ്ഞ് മീൻസ് അഭിനയിച്ച പടത്തേക്കുള്ള നോക്കുമ്പോൾ ഒരു കാരിയർ ബെസ്റ്റ് ഫിലിം എന്ന് പറഞ്ഞ് നടക്കുന്ന സിനിമ. അപ്പോൾ അതുകൊണ്ടൊക്കെ എനിക്ക് ആ സാധനമൊക്കെ അത്യാവശ്യം വർക്കായി. പിന്നെ ഇത് ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ ഫുള്ളായിട്ട് ആഷിക്കിയുടെ ഒരു ഫാക്ടറായിട്ടാണ് വരുന്നത്. മീൻസ് ആഷിക്കി സീരീസിൻ്റെ ഫാക്ടറുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതും വിചാരിച്ചുകൊണ്ടിരുന്ന് കാണുക. അല്ലാത്ത പക്ഷം എല്ലാവർക്കും ചിലവർക്ക് മനസ്സിലാവില്ല ആ സിനിമ. നിങ്ങൾക്ക് ആഷിക്ക് സീരീസിൻ്റെ ഫാൻസ് ആണെങ്കിൽ എനിക്ക് ആ സീരീസ് ഇഷ്ടമാണ് അത്യാവശ്യം. മീൻസ് അത് ഫിലിം സീരീസാണ്, അല്ലാതെ സീരീസ് ആണെന്നൊന്നും പറയില്ല കേട്ടോ. വല്ല പ്രാന്താന്ന് ഞാൻ പറയില്ല. അപ്പോൾ അത് ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഇത് എൻ്റെ മസ്റ്റ് വാച്ച് മൂവി ഫോർ ഓൾ ഓഡിയൻസ്. മസ്റ്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണണമെന്ന് തന്നെയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്നു. എന്തായാലും ഐ ആം വെരി ഹാപ്പി. പിന്നെ സെക്കൻഡ് ഹാഫ് ആണെങ്കിലും അത്യാവശ്യം നൈസായിരുന്നു. ഇതിൻ്റെ അതൊന്നും അവസാനം വരെ ഒരു നല്ലൊരു പടം കാണാൻ പറ്റി ഒരുപാട് നാൾക്ക് ശേഷം. ഇത് ഞാൻ അവസാനം OTT കണ്ട പടം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. എന്നാലും എന്തെങ്കിലും ആവട്ടെ. എന്തായാലും പടത്തിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ശീതൽ ശർമ്മ, കോസ്റ്റ്യൂം അത്യാവശ്യം അതൊരു അതിൽ കോസ്റ്റ്യൂം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഇറ്റ്സ് ഗുഡ്. പിന്നെ കാസ്റ്റിംഗ് ഡയറക്ടറിന് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവരെ കണ്ടുപിടിച്ചതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. എന്നാലും അവർ കണ്ടുപിടിച്ചവ എന്നാലും അവർ കാസ്റ്റ് ചെയ്ത വിധമൊക്കെ അത്യാവശ്യം നൈസാണ്. മീൻസ് ഓരോ ക്യാരക്ടേഴ്സും അവർക്ക് ആപ്റ്റാവുന്ന റോൾസ് കൊടുത്തിരിക്കുന്ന ഈ കാസ്റ്റിംഗ് ഡയറക്ടർ. അപ്പോൾ അതിലും അത്യാവശ്യം സന്തോഷമുണ്ട്. മീൻസ് ഇങ്ങനത്തെ ഇനി എന്തായാലും ഈ അഹാൻ പാണ്ഡെ ആൻഡ് അനീത്ത് പഡ്ഡ ഇവർ രണ്ടുപേരും ഇനിയും ഒരുപാട് പടങ്ങളിൽ അഭിനയിക്കട്ടെ. എന്നിട്ട് അത് ജയിക്കുകയും ചെയ്യട്ടെ. ചിലപ്പോൾ അവർ 1000 കോടി വരെ അടുത്ത പടമാണ് അവരുടെ. അപ്പോൾ അതുകൊണ്ട് അടുത്ത പടം 500 കോടിയൊക്കെ അടിച്ചെങ്കിൽ ഇനിയുള്ള പടങ്ങൾ പോസിറ്റീവ് അടിച്ച് എന്ത് പറയേണ്ട ആവശ്യമില്ല, 1000 കോടിയൊക്കെ അടിക്കണേ അത്. അപ്പോൾ ഇനി അവർക്ക് നല്ല പടം വരട്ടെ. ഇനിയിപ്പോൾ അഹാൻ പാണ്ഡെയുടെ ഒരു ഇത് ഞാൻ റൂമർ കേട്ടിരുന്നു, അലി അബ്ബാസ് സഫറായിട്ടൊരു പടം ചെയ്യണ്ടെന്ന്. അലി അബ്ബാസ് സഫറിന് പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ എല്ലാ പടവും ഇഷ്ടപ്പെടും. എനിക്ക് സുൽത്താനാവട്ടെ, മറ്റേ ദൈകസിന്താവട്ടെ, മറ്റേ ബ്ലഡി ഡാഡിയ അത്. പക്ഷെ അത് OTT റിലീസായിരുന്നു. അതെനിക്ക് OTT റിലീസാക്കിയതിൻ്റെ പേരിൽ എനിക്കൊരു നല്ല തെറി പിടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നാലും പിന്നെ മനസ്സിലായി ഇത് OTT ഇറക്കിയത് നല്ല കാര്യമാണ്. ഇല്ലെങ്കിൽ തിയേറ്റർ കാര്യം ഭ്രാന്ത് ഒന്ന് സംഭവം ചോദിച്ചാന്ന് വെച്ചാൽ ബോളിവുഡ് ഓഡിയൻസ് എടുത്തെന്ന് പൊട്ടിച്ചാൽ. ഇപ്പോൾ തമിഴ് പടങ്ങളിലൊക്കെ അവസ്ഥ തന്നെയാണ്. നല്ല പടങ്ങളൊക്കെ എടുത്തിട്ട് അവന്മാർ പൊട്ടിക്കും, പൊട്ടിച്ചു വിടും. അതേമാതിരി ആക്കിയാണ്. പിന്നെ വാടേമിയ ചോട്ടേമിയ അത് OTT ഇറക്കേണ്ട സാധനമായിരുന്നു. പക്ഷെ അവന്മാർ തിയേറ്ററിൽ ഇറക്കി പൊടിച്ച്, അതായിരുന്നു അവസ്ഥ. പക്ഷേ സാധനം തിയേറ്ററിൽ കണ്ടോണ്ട് എനിക്ക് തിയേറ്ററിലും കണ്ടിട്ടുണ്ട്, OTTയിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ എനിക്ക് സ്റ്റോറി ചില സയൻസിലൊന്നും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ OTT കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇട്ടത്. എന്തായാലും അഹാൻ പാണ്ഡെയും അലി അബ്ബാസ് സഫറും ഒരുമിക്കട്ടെ. എന്നിട്ട് അത് വൈർഫ് എന്ന പ്രൊഡ്യൂസ് ചെയ്താൽ മതിയായിരുന്നു. അതെന്തിലോട്ടെ. എന്തായാലും എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് സ്പോയിൽ അടിപ്പിക്കുന്നില്ല. പിന്നെ അടിപ്പിക്കാതെ ഞാൻ എന്തായാലും കാണുക. ഇത് പറയാൻ മറന്നുണ്ട്, ഇതിൻ്റെ സങ്കൽപ്പ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ചെയ്തിരിക്കുന്ന സൂപ്പർ സ്റ്റോറി ആൻഡ് സ്ക്രീൻ പ്ലേ. ഹാൻഡ്സ് ഓഫ് ബ്രോ. എന്തായാലും നിങ്ങൾ ഈ പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ഓസ്കസ്.